ദീപക് തർമ്മണം ഇപ്പോൾ ടെലിഫോൺ ചേരുന്നു കോഴിക്കോട് നിന്ന്. കോഴിക്കോടും റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, അതുപോലെ തന്നെ കർണാടകത്തിലെ ബാംഗ്ലൂരു, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് പുരോഗമിക്കുന്നു. 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദീപക്. ഈ റെയ്ഡിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ബന്ധപ്പെടാൻ സാധിച്ചു. 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. നമ്മളിപ്പോൾ റഹീമിന്റെ വീട്ടിൽ നിന്നും മടങ്ങുമ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. കേരളത്തിലും കർണാടകത്തിലുമായി ബംഗളൂരുവിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് റെയ്ഡ് നടക്കുന്നു. ഇപ്പോൾ ഇഡിയുടെ അധികൃതർ പറഞ്ഞ പ്രകാരം മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ്, അതായത് വളരെ പ്ലാൻഡ് ആയ ഒരു ഓപ്പറേഷനാണ് ഇഡി നടത്തിയത്. അതിൽ തിരുവനന്തപുരത്തെ വീട്, പിണറായി താമസിക്കുന്ന വീട്, അതുപോലെ തന്നെ ബംഗളൂരുവിലെ കേന്ദ്രങ്ങൾ, അതുപോലെ കോഴിക്കോട്ട് എവിടെയാണ് എന്നുള്ളത് സ്പെസിഫിക് ആയി ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ മെസ്സേജിൽ റിയാസിന്റെ വീട് എന്നുള്ളത് വ്യക്തമാക്കിയത്. ഏതായാലും ഒരു വലിയ കോമ്പിംഗ് ഓപ്പറേഷൻ ഇഡി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നടത്തുന്നു. അത് മകളുടെ ഈ മാസപ്പടി കേസിൽ ആണ് നടത്തുന്നത് എന്നുള്ളതും വളരെ കൃത്യമായി തന്നെ ഇഡി സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ കൃത്യമായി ഔദ്യോഗികമായി ഇഡി പറയുന്നത് 12 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഒരേ സമയത്ത് ഈ പുലർച്ചയിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്, റെയ്ഡ് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലും കർണാടകത്തിലുമുണ്ട്. മറ്റൊന്ന് കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലുണ്ട്. ബംഗളൂരുവിലും ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇഡിയുടെ കൊച്ചിയിലെ യൂണിറ്റാണ് ഇത് ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ കോർഡിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ സാധിച്ചപ്പോഴാണ് ഇത്തരം വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഈ കോഴിക്കോട് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നതല്ലേ പറഞ്ഞത്? അവിടെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉള്ളതായി വിവരം ലഭിച്ചോ? മുഹമ്മദ് റിയാസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സാധാരണ ഇഡി റെയ്ഡ് നടക്കുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഫോൺ പിടിച്ചു വാങ്ങിക്കും. ഞാനിപ്പോൾ ഈ റെയ്ഡിന്റെ വിവരം വന്ന ഉടനെ തന്നെ ഈ പലരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലെ ആരുടെയും ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ സൂചന സാധാരണ ഇഡിയുടെയും NIA-യുടെയും ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ആദ്യം തന്നെ ഈ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുള്ളവരുടെ ഫോൺ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് രീതി. അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ അവിടത്തേക്കുള്ള യാത്രയിലാണ്. ഈ റെയ്ഡ് റിയാസിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇഡി തന്നെ സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഇത് മകൾ വീണയ്ക്കെതിരെയുള്ള ഒരു ആരോപണം, അതൊരു പരാതിയാവുന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇഡി അന്വേഷണം നടത്താം എന്ന് അനുമതി നൽകുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ റെയ്ഡ് എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ ഇഡി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്നും അനുമാനിക്കാൻ. കാരണം ഒരു വലിയ ഓപ്പറേഷൻ ഒരേ സമയത്ത്, പ്രത്യേകിച്ചും ഇന്നലെയാണ് കോടതി ഉത്തരവിട്ടത്. അതായത് ഈ അന്വേഷണം സമാന്തരമായി 2 ഏജൻസി നടത്തുന്നത് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. അതിൽ നടത്താം, സമാന്തരമായി ഇഡിക്ക് അന്വേഷണം നടത്താം, SFISന്റെ അന്വേഷണത്തിനൊപ്പം ഇങ്ങനെയും അന്വേഷണം നടത്താം എന്ന് ഇന്നലെ കോടതി ഉത്തരവിട്ടത്. അതിന്റെ തൊട്ടുപുറകെ ഇന്ന് റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നും മാസപ്പടി കേസിലാണെന്നും 12 കേന്ദ്രങ്ങളിൽ ഉണ്ടെന്നും അതിൽ മുൻ മന്ത്രി റിയാസിന്റെ വസതി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കൃത്യമായി ഇഡി തന്നെ പറയുകയാണ്. ഓക്കെ, ദീപക് തർമ്മണമാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇഡി എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. കർണാടകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ബാംഗ്ലൂരിലും എക്സാലോജിക്കിന്റെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ തേടിയാണ് ഇഡി ഇപ്പോൾ നടത്തുന്ന റെയ്ഡ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി ഉത്തരവ് വന്നു. നേരത്തെ തന്നെ ദീപക് തർമ്മണം പറഞ്ഞതുപോലെ വളരെ സംഘടിതമായ ഒരു റെയ്ഡാണ്. 12 ഇടങ്ങളിൽ ഒരേ സമയം ഇന്ന് രാവിലെ ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് റെയ്ഡുമായി വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ദീപക് തർമ്മണം നൽകിയിരിക്കുന്ന. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ അന്വേഷിച്ച് തന്നെയാണ് ഇഡി 12 കേന്ദ്രങ്ങളിൽ എത്തിയത് എന്നാണ് ഇഡി വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.